ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പ്രസവരക്ഷാ സമയത്തൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വീട്ടിൽ തന്നെ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാരക്ക ബദാം ലേഹ്യമാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല വൃത്തിയായിട്ട് നമ്മൾ പുറത്ത് നിന്ന് വാങ്ങുന്നതിലും നല്ല നീറ്റായിട്ടും സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചേർത്തിട്ടും ക്ലീൻ ആക്കിയിട്ടും ഒക്കെ നമുക്ക് എന്താണോ നമ്മളതിൽ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ കാണാമല്ലോ, അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ലേഹ്യമാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, നല്ല രീതിയിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ചധികം സമയം ഇളക്കി കൊടുക്കണം, അത് മാത്രമേ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൂ. ഇതിൽ കറക്റ്റ് അളവൊന്നും ഞാനിതിൽ പറയുന്നില്ല കേട്ടോ. അപ്പോൾ അത് ആദ്യമായിട്ട് കറുത്ത മുന്തിരി തലേന്ന് തന്നെ നല്ലോണം ഒന്ന് കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ പിറ്റേന്ന് കാരക്ക എടുത്തിട്ട് അതും നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളയണം കേട്ടോ കാരക്കൻ്റെ. പിന്നെ അതേപോലെ കറുത്ത മുന്തിരി നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ കുരു ഇല്ലാത്തത് നോക്കി വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ അതിൽ ആദ്യം തന്നെ കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാനുണ്ട്, പൊടിക്കാനുള്ളതാണ്. ബദാം, അണ്ടിപ്പരിപ്പ്, പിന്നെ അതേപോലെ നിലക്കടലല്ലേ ഇതൊക്കെയാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. പിന്നെ അതേപോലെ എള്ള് എടുത്തിട്ട് അതിൽ കല്ല് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ കല്ലൊക്കെ മാറ്റിയതിന് ശേഷം നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് അതും വെള്ളമൊക്കെ വാർത്തിട്ട് നല്ലോണം തന്നെ വറുത്തെടുക്കണം. പിന്നെ അത് അണ്ടിപ്പരിപ്പ് ഇത്രയെല്ലാം കുറച്ചും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഭാഗം വീഡിയോയിൽ വിട്ടുപോയതാണ്. ഇനി നമ്മൾ കുക്കറിലേക്ക് തലേന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു മുന്തിരിയും പിന്നെ കുരു കളഞ്ഞ കാരക്കയൊക്കെ പിന്നെ ഇതിലേക്ക് കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. 2 വിസിൽ വരുത്തുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാരക്കയും മുന്തിരിയും വേവിക്കുന്നത് തേങ്ങൻ്റെ 2ാം പാലാണ്. അപ്പോൾ തേങ്ങയും അത്യാവശ്യമാണ് കേട്ടോ. 2 വലിയ തേങ്ങയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ഇടത്തരം വലുപ്പത്തിലുള്ളതാണെങ്കിൽ 3 എടുക്കേണ്ടി വരും. അത് 2ാം പാൽ ഒഴിച്ചിട്ട് ഒരു 2 വിസിലാണ് കേട്ടോ വരുത്തിയിട്ടുള്ളത്. അപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ വെന്ത് വരും. അപ്പോൾ ആ മുന്തിരി നമ്മൾ തലേന്ന് തന്നെ കുതിർത്ത് വെക്കാൻ മറന്നു പോകരുത്. പിന്നെ 2 വിസിൽ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൂടാറുന്ന സമയത്താണ് നമ്മളിതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ തന്നെ മിക്സിയിൽ നല്ല രീതിയിൽ പൊടിച്ചെടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ചധികം തന്നെ ചുവന്നുള്ളി ചേർക്കുന്നുണ്ട്. ആ ഒരു ചുവന്നുള്ളി നല്ലോണം തന്നെ തൊലി കളഞ്ഞ് കഴുകിയിട്ട് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അത് ചുവന്നുള്ളി അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു പൊടിക്കലും അരക്കലും ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ കാരയ്ക്കും മുന്തിരിയും നല്ലോണം വെന്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒരു സ്മാഷർ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കണം. പെട്ടെന്ന് തന്നെ കുക്കറിലിട്ട് വെന്തതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞു വരും കേട്ടോ. എന്നാലും കുറച്ച് സമയം നമ്മൾ ഒന്ന് ഇടിച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ അതാണ് കേട്ടോ നമ്മുടെ ചുവന്നുള്ളി ചതച്ചെടുത്തതാണ്. ചതച്ചതല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ചുവന്നുള്ളി കുറച്ച് അധികം എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. രക്തം വെക്കാനൊക്കെ നല്ലതാണ്. നമ്മുടെ ചുവന്നുള്ളി എന്തായാലും പിന്നെ നമ്മുടെ ശരീരത്തിലെത്തുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ ഇവിടെ ഞാൻ മിൽമ നെയ്യാണ് കേട്ടോ എടുക്കുന്നത്. അതായത് 3 ടേബിൾ സ്പൂണാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലോണം ഒന്ന് അലിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് അതിലേക്ക് നമ്മൾ ആ ചുവന്നുള്ളിയാണ് കേട്ടോ ആദ്യം തന്നെ ചുവന്നുള്ളി അരച്ചതാണ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി ഓരോന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ എല്ലാം ചേർത്ത് വഴക്കിയായിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതേപോലെ ഇളക്കി കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തിരി പാടുള്ളത് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്ന ആ ഒരു കാര്യത്തിൽ മാത്രമാണ്. ആ ഒരു ഉള്ളി ഒന്ന് ചെറിയൊരു രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ തേങ്ങൻ്റെ 1ാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല പാലുള്ള തേങ്ങ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നല്ല വിളഞ്ഞ തേങ്ങ തന്നെ വേണം കേട്ടോ. വിളയാത്ത തേങ്ങ ആകുമ്പോൾ അതിൽ പാല് കിട്ടാൻ പ്രയാസമായിരിക്കും. ഇനി നമ്മൾ ഈ ഒരു ചുവന്നുള്ളിയിലേക്ക് പാലൊക്കെ ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ മരത്തിൻ്റെ ചട്ടകം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു 1.5 മണിക്കൂറോളം നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ 3 അച്ച് ശർക്കരയാണ് ഞങ്ങളിത് അലിയിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. കാരക്ക ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരം അതിലുണ്ടാവുമല്ലോ. ആ ഒരു തേങ്ങാപ്പാലിൽ നമ്മൾ ആ ഒരു പിന്നെ ചുവന്നുള്ളി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ഒരു നേരത്തെ പൊടിച്ചില്ല ബദാം, അണ്ടിപ്പരിപ്പ്, കടല, എള്ള് അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കട്ട കെട്ടാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഈ ഒരു സമയത്ത് കൈ വെക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കെട്ടി പോവുമല്ലോ, പൊടിയല്ലേ. അപ്പോൾ നല്ലോണം തന്നെ അത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു പാകം ഒരു 1/4 പാകം ആകുന്ന വരെ തന്നെ കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം. എന്നതിൻ്റെ ശേഷമാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൈ വെച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് വേണമെങ്കിൽ പുറത്തെ വിറകടുപ്പിലും ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ ഗ്യാസ് അടുപ്പിലാകുമ്പോൾ നമുക്ക് തീ ഒന്ന് കൺട്രോൾ ചെയ്യാമല്ലോ. അപ്പോൾ പുറത്തെ വിറകടുപ്പാകുമ്പോൾ ഒത്തിരി ഒന്നും കൂടി ശ്രദ്ധ ആവശ്യമാണ്. ഇതിപ്പോൾ ഗ്യാസുമേലാകുമ്പോൾ അത്ര ഒരു ബുദ്ധിമുട്ടില്ല എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇനി ഉണ്ടാക്കുമ്പോൾ.
ഇനി ഇത് അതിലേക്ക് കാരക്കയും മുന്തിരിയും കൂടി നമ്മൾ ഉടച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതേപോലെ തന്നെ നേരത്തെ നമ്മൾ ആ പൊടി ഇട്ടപ്പോൾ ഇളക്കിയ പോലെ തന്നെ നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈ വെക്കാതെ തന്നെ വേണം കേട്ടോ ഇളക്കാൻ. ഞാനതാ പറഞ്ഞ ഒരു 1/4 ഭാഗം വേവാകുന്ന വരെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ നിൽക്കണം. അപ്പോൾ അതാ ഈ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഇപ്പോൾ നല്ലോണം ഇളകി വരുമ്പോൾ നമ്മളെ കയ്യിലേക്കും ചുമരിലേക്കും എല്ലാ ഭാഗത്തേക്കും തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. കൈ ഒന്ന് നല്ലോണം സേഫ്റ്റി ആക്കി വെക്കണം. ഞങ്ങളൊരു തുണി കൊണ്ട് കൈ ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. കുറച്ചുകൂടി സമയമായപ്പോൾ ആ ഒരു തിള ഉണ്ട്, വെട്ടിത്തിള നിൽക്കുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. പിന്നെ ഇടയ്ക്ക് അതൊന്ന് അതിൻ്റെ വെള്ളം ഇതൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, നമ്മളെ പാകം അങ്ങനെ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് ഇങ്ങനെ നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു കണക്കില്ലാതെ അല്ലെങ്കിൽ കണ്ടമാനം നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ ശരീരത്തിന് ഹെൽത്തിൻ്റെ ഇതിന് ആവശ്യമായിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നെയ്യൊന്നും ആവശ്യമില്ല കേട്ടോ. ഇതിന് ആവശ്യത്തിനുള്ള നെയ്യ് നമ്മൾ കുറേശ്ശെ നോക്കിയിട്ട് അതിൻ്റെ പാകം നോക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ കറക്റ്റ് ഒരു അളവ് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അളവ് എത്രയാണെന്ന് അവരുണ്ടാക്കുമ്പോൾ കൂടെ ഹെൽപ്പ് ചെയ്ത് എല്ലാത്തിനും എന്നല്ലാതെ. പിന്നെ അതാ ഒരു ടീസ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടിയാണ്. അത് കുമിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ കുമിച്ചെടുക്കാത്തതുകൊണ്ടാണ് ഞാനൊരു 1/4 ടീസ്പൂണും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുത്തത്. പിന്നെ അതേപോലെ അതാ ഒരു 1/2 ടീസ്പൂൺ അളവിലുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു മധുരം അങ്ങനത്തെ ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് നമ്മളെല്ലാത്തിനും ചേർക്കാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ചേർക്കുന്നത്. കാരക്കലേഹം ഇനിയിപ്പോൾ വേറെ വിധത്തിൽ ഉണ്ടാക്കുന്നവരുണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഞങ്ങൾ വീട്ടിൽ ഹെൽപ്പിന് വന്നവൾ ഉണ്ടാക്കി കാണിച്ചു തരികയാണ്. അതിൻ്റെ കൂടെ തന്നെ നിന്നിട്ടാണ് ഞാനും ഉണ്ടാക്കുന്നത്. പിന്നെയാണ് നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര പാനി ആകുമ്പോൾ അതിൽ കല്ലുണ്ടോയെന്നൊക്കെ നമുക്ക് നോക്കാമല്ലോ. പക്ഷേ കല്ലൊന്നും ഇല്ലാത്ത നല്ല ശർക്കര തന്നെ അതിന് കേട്ടോ. അപ്പോൾ 3 ചെറിയ അച്ചല്ല കേട്ടോ, വലിയ അച്ച് ശർക്കരയാണ് ഞങ്ങൾ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു സമയത്താണ് കയ്യിലേക്കൊക്കെ നല്ലോണം തെറിക്കുക. അപ്പോൾ അതിൻ്റെ ചുറ്റും നല്ലോണം തെറിക്കും, എല്ലാ ഭാഗത്തും തെറിക്കും. ഇത്രയും കുറച്ച് വലിപ്പമുള്ള ഉരുളി തന്നെയാണ് കേട്ടോ. ഇതിൽ ശരിക്ക് നമ്മൾക്കിപ്പോൾ ഒരു 1.5 കിലോന് 2 കിലോൻ്റെ അടുത്ത് ലേഹ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രസവിച്ച് കിടക്കുന്നവർക്ക് ഇത്രയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ വീട്ടിൽ കുട്ടികൾക്കും കഴിക്കുക, അതിനും കൂടി കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ കുറച്ചധികം ഇട്ട്, ഒരുപാട് അധികം ഉണ്ടാക്കിയിട്ടില്ല. 750 ഗ്രാം കാരക്കയും പിന്നെ അതേപോലെ 500 ഗ്രാം ചുവന്നുള്ളിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചുവന്നുള്ളി നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് തന്നെ ആയതുകൊണ്ടും പിന്നെ കുറച്ചധികം നമ്മൾ ഉള്ളിലേക്കൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, അതുകൊണ്ടും കൂടി 500 ഗ്രാം തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളി നല്ലതാണ്, ചെറിയ ഉള്ളി നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് നല്ലതാണ്. പിന്നെ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാകമായി വരുന്നൊരു ഇതേപോലെ നമ്മൾ ലേഹ്യമൊക്കെ ഇതാവില്ല, നല്ല ഡ്രൈ ആയി എണ്ണ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞ് വരും. അപ്പോഴാണ് അതിൻ്റെ ഒക്കെ ഒരു പാകമായി വരുന്നത്. ആ സമയം വരെയാണ് നല്ലോണം നമ്മൾ ഇളക്കേണ്ടത്. ഇത് അടുപ്പത്ത് വെച്ചിട്ട് നിങ്ങൾക്കറിയാലോ, മരുന്നുണ്ടാക്കുമ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച് അങ്ങോട്ടും പോകുമൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നല്ല രുചിയുള്ള നമ്മൾ വീട്ടിൽ തന്നെ വിശ്വസിക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ആർക്കെങ്കിലും ഈ ലേഹ്യം ആവശ്യമുണ്ടെങ്കിൽ ഈ ഉണ്ടാക്കിയ ആൾക്ക് ഒഴിവുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുന്നതാണേ.